വഞ്ചനയുടെ രുചി അറിയിച്ചുകൊണ്ട് നഷ്ടങ്ങളും വേദനകളും നിനക്ക് സമ്മാനിച്ച വ്യക്തി ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ദൈവീക രൂപങ്ങൾക്ക് മുമ്പിലും മനമുരുകിക്കൊണ്ട് നീ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സത്യസന്ധമായി നിന്നിട്ടും ദുഃഖങ്ങളും വേദനകളും നഷ്ടങ്ങളും നിനക്ക് അനുഭവിക്കേണ്ടി വരികയും അതൊക്കെയും അനുഭവിപ്പിച്ചയാൾ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന്. ഇവിടെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നും നിന്റെ വിശ്വാസത്തിന് കളങ്കം വരുത്തി പലവിധമായ തെറ്റുകൾ ചെയ്തത് അയാളാണെന്നും അറിയാം. ആ ബോധ്യം അയാൾക്കും ഉണ്ടെന്നതാണ് വാസ്തവം. ആ വസ്തുത പ്രകൃതിയുടെ കണക്കിൽ ചേർത്തിട്ടുമുണ്ട്. നൈമിഷികമായ സന്തോഷത്തിനായി വിശ്വാസവഞ്ചന നടത്തിയ ആർക്കും തന്നെ പൂർണ്ണമായ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കില്ല. അവർ നിന്നോട് ചെയ്ത തെറ്റുകൾ ഇടയ്ക്കിടെ അവർക്കുള്ളിൽ തന്നെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ആ പരിക്ക് മറയ്ക്കുവാനുള്ള സന്തോഷമാണ് നീ കാണുന്നത്. നേരവും കാലവും കണക്കാക്കി പ്രകൃതിയുടെ പ്രതിപ്രവർത്തനമുണ്ട്.